എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം, അതിനുള്ള പെർമിഷനും അവകാശവുമുണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രി വരുന്ന സദസ്സിൽ, ഒരു നല്ല സ്റ്റാൻഡേർഡുള്ള സദസ്സിൽ മാന്യമായ ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു. നടി ടെസ്നി ഖാൻ ഇട്ട ഒരു കമൻറ്റാണിത്. ഈ കമൻറ്റിന് 100% ടെസ്നി ഖാൻ പറയുന്നത് ശരിയാണ്. അങ്ങനെ മാന്യമായ വസ്ത്രം ധരിക്കണം എന്നതുൾപ്പെടെയുള്ള കമൻറ്റുകൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ ചില അധിക കമൻറ്റുകൾ ടെസ്നി ഖാനെ എയറിലാക്കുന്നുണ്ട് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വന്ന ഒരു ഉദ്ഘാടന പരിപാടി, ആ പരിപാടിയിൽ നടിയായ ഐശ്വര്യ ചന്ദ്രൻ എത്തിയിരുന്നു. അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് ആ പരിപാടിയിൽ എത്തിയത്. ആ പരിപാടിയിൽ എത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കൊപ്പം ഐശ്വര്യ ചന്ദ്രൻ ഒരു ചിത്രം എടുത്തിരുന്നു. ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് ചെയ്യപ്പെട്ട പിന്നാലെയാണ് ടെസ്നി ഖാൻ്റെ ഈ കമൻറ്റ് പുറത്തു വന്നത്. ഈ കമൻറ്റ് ഇട്ടതിന് പിന്നാലെ തന്നെ ടെസ്നി ഖാനെ അനുകൂലിച്ചും വിമർശിച്ചും ആളുകൾ രംഗത്തെത്തി. എന്നിരുന്നാൽ പോലും ഈ കമൻറ്റിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായ ചോദ്യം. ടെസ്നി ഖാൻ ഇതിലെടുക്കുന്ന നിലപാട് മുഖ്യമന്ത്രി വരുമ്പോൾ മാന്യമായ വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയല്ല, ആഭ്യന്തരമന്ത്രിയല്ല, പ്രധാനമന്ത്രിയല്ല, ആരായാലും ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം അയാൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ ഇടാം. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി വന്നതുകൊണ്ട് മാന്യമായ ഡ്രസ്സ് ധരിക്കണം എന്നുള്ള ടെസ്നി ഖാൻ്റെ നിലപാട് മനസ്സിലാകുന്നില്ല. 2, മുഖ്യമന്ത്രി അല്ല വന്നിരുന്നെങ്കിൽ ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇടാനും ഓക്കെയാണ് എന്നാണ് ടെസ്നി ഖാൻ പറയുന്നതെങ്കിൽ, ഒരാൾ ഒരു സമയത്ത് ഏത് വേദിയിൽ ആരൊക്കെ വരുമെന്ന് എങ്ങനെ പ്രവചിച്ചിട്ട് വേണമോ ഡ്രസ്സ് ധരിക്കാൻ എന്നുള്ള സ്വാഭാവികമായ ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട്. മാന്യമായ ഡ്രസ്സ് മുഖ്യമന്ത്രി ഉള്ള സദസ്സിൽ ധരിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ ടെസ്നി ഖാൻ്റെ കണ്ണിൽ ഈ ഡ്രസ്സ് മാന്യതയില്ലാത്ത ഡ്രസ്സ് തന്നെയാണ് എന്നത് ഒരു തരത്തിലും തർക്കമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി വരുന്ന ചടങ്ങിൽ ഇടേണ്ട ഡ്രസ് കോഡ് എന്താണ് എന്നതും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. മുഖ്യമന്ത്രി വരികയാണ്, നിങ്ങളെല്ലാവരും ഈ ഡ്രസ് കോഡ് പാലിക്കുക, അല്ലാത്തവർ വരാതിരിക്കുക എന്നൊക്കെ ഒരു നിയമാവലി ഇറക്കിക്കഴിഞ്ഞാൽ വളരെയധികം നന്നായിരുന്നു. എന്തായാലും ടെസ്നി ഖാൻ്റെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമായിട്ടും വൈറലാണ്, കത്തി കയറുകയാണ്. ഇതിനിടയിൽ തന്നെ ടെസ്നി ഖാനെ അനുകൂലിച്ചു ആളുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ടെസ്നി ഖാൻ പറയുന്നത് ശരിയാണ്, ഇതുപോലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് എന്തുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്, എന്തർത്ഥത്തിലാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്, എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ മനഃപൂർവ്വമായി ധരിച്ചുകൊണ്ട് ക്യാമറ കണ്ണുകൾക്ക് മുന്നിലേക്ക് വരുന്നത് എന്നുൾപ്പെടെയുള്ള പല കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. ആ കാണുന്നവരുടെ മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ എന്താണ് അവരെങ്ങനെ ചിന്തിക്കുന്നത് എന്നെപ്പറ്റി ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം തന്നെയാണ് ടെസ്നി ഖാനെ വിമർശിച്ചുകൊണ്ടും ആളുകൾ വരുന്നത്. അതായത് അവരുടെ ഇഷ്ടം, അവരുടെ ഡ്രസ്സ്, അവരുടെ സ്വാതന്ത്ര്യം, അത് അവരിടുന്നു, അവരൊരു ഫംഗ്ഷനിലേക്ക് വരുന്നു, ആ ഫംഗ്ഷനിലേക്ക് അവർ വരുന്നു, അവർക്ക് താല്പര്യമുണ്ട്, അവർക്ക് അതിനകത്തൊരു കുഴപ്പവുമില്ല, അവർക്ക് അതിൽ സ്വതന്ത്രയാണ്, അവരതിൽ വളരെ ഓക്കെ ആയിട്ടാണ് അവർ ഫീൽ ചെയ്യുന്നതെങ്കിൽ അത് അവരുടെ ഇഷ്ടമല്ലേ. ആരാണ് നമ്മൾ ഡ്രസ് കോഡ് തീരുമാനിക്കുക എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ടെസ്നി ഖാന് നേരെ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഈ കമൻറ്റ് വളരെയധികം സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തുന്നുണ്ട്. അതിന് പിന്നാലെ ടെസ്നി ഖാൻ പിന്നീട് വേറെ മറുപടി ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ കമൻറ്റ് സെക്ഷൻസ് ഭയങ്കരമായിട്ട് ഓണാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ കമൻറ്റ് സെക്ഷൻ ഓണാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഓരോരുത്തർക്കും എല്ലാ കാര്യത്തിലും പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ടെസ്നിയുടെ ഈ കമൻറ്റ് അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്തെത്തുന്നത്.